നമുക്ക് കിട്ടാൻ വഴി. അതാ വരുന്നുണ്ടല്ലോ മിസ്റ്റർ പി പി. ചേട്ടാ, രണ്ടു വശത്തുനിന്നും ഉണ്ടല്ലോ ശകുനം മുടക്കിയാണ്. വീണ നടന്നോളൂ, ഞാൻ ഇപ്പൊ വരാം. ശരി. കൺഗ്രാറ്റുലേഷൻസ്. എന്തിനാ? ടോയ്ലറ്റിൽ കയറി ഒളിച്ചതിനല്ല, മിസ്റ്റർ പി പിക്ക് സ്കോളർഷിപ്പ് കിട്ടിയില്ലേ, അതിനാണ് കൺഗ്രാറ്റുലേഷൻസ്. താങ്ക്സ് അല്ലേ? ഞാൻ പറയാം താങ്ക്സ്. എങ്ങനെ കഴിയുന്നു എപ്പോഴും ഇങ്ങനെ വായിക്കാൻ? എന്നെ കൊണ്ടൊക്കില്ല, എന്തൊരു ബോറാ. അതെ അതെ, ബോർ തന്നെയാ. ഞാൻ ബോറടിപ്പിക്കുന്നില്ല, ഞാൻ പോവുക. എടോ പി പി, താൻ എന്താ അവളോട് കൊഞ്ചിയത്? ഓ ഓ ഓ ഒന്നുമില്ല അല്ലേ? കൊത്തോപ്പോഴും മുറത്തിക്കയറി കൊത്തുകയാണ്. എല്ലാവരും ആ പെണ്ണിന്റെ പുറകെ നടക്കുന്നു. അവളാണ് ഈ വിക്കന്റെ പുറകെ. വിക്കന്റെ ഒരു കാലം. ആരാണെന്ന് നിങ്ങൾ ഈ സമയത്ത് ഇവിടെ? ഞാനൊന്നും ചെയ്യില്ല. ഞാനെല്ലാം കാണുന്നുണ്ട്. നിങ്ങളെ തോന്നിവാസങ്ങൾ കുറച്ച് കൂടുന്നുണ്ട്. അതാണോ മാനമില്ലാത്ത റാസ്ക. എന്ത് പറയാൻ, പറഞ്ഞിട്ട് എന്ത് കാര്യം? പണ്ടത്തെ കാലം മറ്റാണോ? മേസ്ത്രി ഒരു ചോദിക്കാം. എന്താ മേസ്ത്രി, മാനേജർ പിടിപിടിന്ന് കേട്ടല്ലോ. കൊത്തി കൊത്തി മുറത്തി കയറി കൊത്തി തുടങ്ങി. അവനെ നമ്മൾ അറിഞ്ഞുകൂടാ. അവന്റെയൊക്കെ ഒരു സദാചാരം സാറിന് അറിയാവോ? അവൻ കൊച്ചമ്മയുടെ വീട്ടിലെ 5 ഉറക്കം അവൻ കറക്കിയെടുത്തത്. അവരുടെ സ്വത്തെല്ലാം അവൻ തട്ടിയിടും. അവരറിയുന്നുണ്ടോ അവന്റെ ഉള്ളിലെ വിചാരം? എന്നോട് കളിക്കുന്ന കളി പഠിക്കാനാണ്. എല്ലാം ഞാൻ കാണിച്ചു തരാം. അരമന രഹസ്യം, അങ്ങാടി പാട്ടായിരിക്കും. എല്ലാം ഞാൻ പറഞ്ഞു തരാം. ഞാനേ ഒന്ന് ഫാക്ടറി കേൾക്ക, ഇല്ലെങ്കിൽ അവൻ എന്റെ പുറത്ത് കുതിര കേൾക്കും. ആ ചെല്ലു. നാണുനേരത്തിലൂടെ മുട്ടിരിക്കുന്നത്. അയാൾ ചുമ്മാ വിടാനൊന്നും പോകുന്നില്ല. കൊച്ചമ്മയില്ലേ? കൊച്ചമ്മ ഒന്ന് കാണണം. അതൊക്കെ സമയം നേരം നോക്കണം. അത് പറയാം. നീ ആരാടാ? കൊച്ചമ്മളെ പി എ? പി അല്ല, MA. നീ ആരാ ചോദിക്കാൻ? ആരാ ഗോപാല? ഞങ്ങളാണ് കൊച്ചമ്മ. അകത്തേക്ക് വരൂ. ഇരിക്കൂ. വേണ്ട, ഞങ്ങളിവിടെ നിന്നോളാം. എന്താ വിശേഷം? കഴിഞ്ഞ 10-20 കൊല്ലങ്ങളായിട്ട് ഞാൻ ഈ എസ്റ്റേറ്റിലെ ഒരു ജോലിക്കാരനാണ്. അറിയാം. കമ്പനിക്ക് ദോഷം വരുത്തുന്ന ഒന്നും എനിക്ക് സഹിക്കില്ല. കാര്യം എന്തെന്ന് പറയൂ. പുതിയ മാനേജർ സാറ് രാഷ്ട്രീയക്കാരനാണെന്ന് തോന്നുന്നു. അല്പം വിഷമൊക്കെ ഉണ്ട്. അതുകൊണ്ട് കമ്പനിക്കുണ്ടാകുന്ന നഷ്ടത്തെപ്പറ്റി കൊച്ചമ്മക്ക് അറിയാമല്ലോ. നുള്ളുന്ന ഇലയൊക്കെ ചപ്പാണെന്ന് പറഞ്ഞ തള്ളാണ്. ഇങ്ങനെ പോയാ ഇതെവിടെ ചെന്ന് എത്തും? ഞാൻ വേണ്ടത് ചെയ്യാം. പൊയ്ക്കോളൂ. ഓ, എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. വരട്ടെ. കൊച്ചമ്മേ, അവര് പറഞ്ഞതെല്ലാം പച്ച കള്ളമാണ്. നിനക്കെങ്ങനെ അറിയാം? പഴയതുപോലെ അവരുടെ കൊള്ളതായ്മൊന്നും നടക്കണില്ല. അതുകൊണ്ടുള്ള അസൂയയാണ്. ഗോപാല, നിനക്ക് ആവശ്യമില്ലാത്ത കാര്യത്തിലൊന്നും തലയിടണ്ട. ഹേയ്, ഞാൻ തലയിടുന്നില്ല. പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ.
സാറേ ആ ബോണ്ടെന്ന് പറഞ്ഞേ. എന്താ ഗോപാല, എന്ത് പറ്റി? ഈയോടെ ആർമിച്ചർ പോയെന്ന് തോന്നണം. ഇനിയിപ്പോ ടൗണിൽ പോയി മെക്കാനിക്കിനെ വിളിച്ചോണ്ട് വരേണ്ടി വരും. ഞാൻ പോയിട്ട് വരാം. അതുവരെ ഇവിടെ നിൽക്കേ രക്ഷയുള്ളൂ. ഇനിയിപ്പോ ബസ്സൊന്നും കിട്ടാൻ പോണില്ല. ഈ വഴിയിൽ ഇങ്ങനെ നിൽക്കാന്ന് വെച്ചാൽ? ഇവിടെ അടുത്തൊരു TV ഉണ്ട്. ഒരു 1.5 മൈൽ വരും. നിങ്ങൾ അങ്ങോട്ട് പോയിക്കോ, ഞാൻ വണ്ടി നന്നാക്കിയിട്ട് അങ്ങോട്ട് കൊണ്ടുവരാം. വേണ്ട, ടിവിയിലൊന്നും പോകണ്ട, ഞാൻ ഇവിടെ ഇരുന്നോളാം. രാത്രിയായ ആന ഇറങ്ങണ വഴിയാ. സാരമില്ല, നീ വേഗം വന്നാ മതി. ശരി. പുതിയ മാനേജർ സാറ് രാഷ്ട്രീയക്കാരാണെന്ന് തോന്നുന്നു. അല്പം ഇഷ്ടമൊക്കെ ഉണ്ട്. ഇനി ഇവിടെ ഇരിക്കുന്നതിൽ അർത്ഥമില്ല. നമുക്ക് TV-യിലേക്ക് പോകാം. അപ്പോൾ 2 റൂം കിട്ടാൻ വഴിയില്ലേ? ആകെ 2 മുറി ഉള്ളതിൽ ഒന്നേ ഒഴിവുള്ളൂ. മറ്റേ മുറിയിലെ താമസക്കാർ പൂട്ടി ടൗണിൽ പോയിരിക്കുക, നാളെ വരുള്ളൂ. സാരമില്ല, ഞാൻ ഉറങ്ങുന്നില്ല. മാഡം റെസ്റ്റ് എടുത്തോളൂ. ഗോപാലൻ വേഗം വരും. സുരേന്ദ്രൻ, സുരേന്ദ്രൻ, നല്ല തണുപ്പുണ്ട്, കുളിച്ചോളൂ.